അങ്ങനെ 2024 അവസാനിക്കുകയാണല്ലേ. ശരിക്കും ഈ വർഷം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പുതിയ മോഡലുകളും ഒരുപാട് ആക്ടിവിറ്റീസ് നടന്ന ഒരു വർഷമാണ് ശരിക്കും ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അല്ലേ. അതെ അതെ, നമ്മൾ EVM-നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളുള്ള ഈ 23 ബ്രാൻഡിൽ ഒരുപാട് പുതിയ പുതിയ കാറുകൾ ലോഞ്ച് ചെയ്തു. ഒരുപാട് വേരിയൻസ് വന്നു. അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഫേഴ്സ് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട ഒരുപാട് ഫീച്ചേഴ്സ് അപ്ഡേറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഈ വർഷം നടന്നിട്ടുണ്ട്. അതെ അതെ, ഇനിയിപ്പോൾ നമ്മുടെ BYD എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിസാനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഫോക്സ്വാഗൻ ഒക്കെ എടുത്ത് അങ്ങനെ അതിനൊക്കെ നമ്മുടെ സ്കോഡയിലെ ഏറ്റവും എക്സൈറ്റിംഗ് പുതിയ പ്രോഡക്റ്റ് കയ്യിലേക്ക്. അതെ, അതിന്റെ നമ്മുടെ മുഹമ്മദ് സിയാദ് വന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ MGയുടെ വിൻസർ, ശരിക്കും MG ഒരു തരംഗമാണ് ഈ വർഷം സൃഷ്ടിച്ചത്. കാരണം ബാസ് എന്ന് പറഞ്ഞ പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശരിക്കും ഇൻഡസ്ട്രിയെ തന്നെ കംപ്ലീറ്റ്ലി എന്താ പറയുക പിടിച്ച് കുലുക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതെ അതെ, പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഡിസംബർ എന്ന് പറയുന്നത്. അതിന് കുറെ കാരണങ്ങളുണ്ട്. വിപിനെ അറിയോ നോർമലി എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇയർ എൻഡിൽ ഏറ്റവും കൂടുതൽ ആസ് എ കൺസ്യൂമർ എന്ന നിലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഓഫേഴ്സ് ആണ്. കാരണം ആ വർഷത്തിൽ വെച്ച് ഇപ്പൊ നമുക്ക് പൊതുവേ പറയുകയാണെങ്കിൽ നമുക്ക് ഓണം ക്രിസ്മസ് ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് സാധാരണ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. കാരണം എല്ലാവരും വാഹനം വാങ്ങിക്കാനുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ യൂഷ്വലി ആ ഒരു ടൈമിലാണ് എല്ലാവരും മേടിക്കുന്നത് അല്ലേ. അല്ല, മാത്രമല്ല നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2024 എൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അടുത്ത വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് വാഹനങ്ങൾ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് പർച്ചേസ് അല്ലേ. ഒന്നില്ലെങ്കിൽ ന്യൂ ബയർ ആയിരിക്കും, എക്സ്ചേഞ്ച് ബയർ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അഡീഷണൽ പർച്ചേസിംഗ് ആയിരിക്കും. അതിൽ എക്സ്ചേഞ്ച് ബയേഴ്സിന് ഏറ്റവും കൂടുതൽ അവരുടെ ബെസ്റ്റ് വാല്യൂ കിട്ടുന്ന ഒരു മാസം കൂടിയാണിത്. കാരണം അടുത്ത മാസത്തേക്ക് പോയി എന്ന് വിചാരിക്കുക, ജാനുവരിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഇയർ കുറഞ്ഞു ഏകദേശം 10 to 15% ആണ് പ്രൈസ് ഡ്രോപ്പ് അതിനകത്ത് വരും. അപ്പൊ അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ നമ്മള് യൂഷ്വലി എല്ലാ മാനുഫാക്ചർ തന്നെ നെക്സ്റ്റ് ഇയർ തുടങ്ങുന്ന സമയത്താണ് എല്ലാവരും തന്നെ പ്രൈസ് ഹൈക്ക് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ 3% to 5% വരെ പ്രൈസ് ഇൻക്രീസ് വന്നിട്ട്. ഇപ്പൊ മാരുതി ആണെന്നുണ്ടെങ്കിലും എല്ലാ ബ്രാൻഡിനും അതേപോലെ പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. MG 4% ആണ് പറഞ്ഞിട്ടുള്ളത്. നിസാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് 3% ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മാനുഫാക്ചേഴ്സും അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് തിരിച്ചത്, ബെസ്റ്റ് ഓഫേഴ്സ്. അതായത് നമുക്ക് ഈ ഒരു സമയത്താണ് ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളിതൊരു സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്തേക്കാണ്. അതായത് ബേസിക്കലി നമ്മുടെ EVM-ലെ മെയിൻ ബ്രാൻഡ്സ്, നമ്മുടെ മാസ് മാർക്കറ്റ് ബ്രാൻഡ്സിനെല്ലാം തന്നെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോക്സ്വാഗനിലാണ്. ഫോക്സ്വാഗനിൽ എന്തൊക്കെ ഓഫേഴ്സ് ആണ് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഫോക്സ്വാഗന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു മോഡലായിട്ടുള്ള നമ്മുടെ ടൈഗൂൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 lakh rupees അടുത്ത് അതിന് ഓഫർ വരുന്നുണ്ട്. ഇനി വെർട്ടൂസ് ആണെന്നുണ്ടെങ്കിൽ വെർട്ടൂസിന് ഏകദേശം 1.6 lakh ഓഫേഴ്സ് ആണ് വെർട്ടൂസിന് വരുന്നത്. നമുക്കറിയാം ടിഗ്വാൻ നോക്കുകയാണെങ്കിൽ അത് 3.8 lakhs അത്രയും നല്ല ഓഫറാണ്. മാത്രമല്ല ഇനി ഇത്രയും ഓഫർ നമുക്ക് കിട്ടി. ഇനി ചില ആൾക്കാർ പറയും 24 കഴിഞ്ഞ് 25 എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, ഒരു ഇയറും കൂടി കൂടുതൽ കിട്ടില്ല. ഈ ഒരു ഓഫറും അതുപോലെ തന്നെ നമുക്കുള്ള ബെനിഫിറ്റ്സും അടുത്ത വർഷം 25 26 മാറുമ്പോൾ ഉണ്ടാവുന്ന ആ 15% ഹൈക്ക്, അതായത് ആ വണ്ടിക്ക് കിട്ടുന്ന കൂടുതൽ വില കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതേ നമുക്ക് അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇവിടെ സേവ് ആയിട്ട് കിട്ടി. പലപ്പോഴും ആൾക്കാർ അത് ചിന്തിക്കില്ല, 25 മതി എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ, അത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം അതിന് എത്ര വാല്യൂ കിട്ടുന്നു എന്നുള്ളതാണ് കാര്യം ശരിയാണ്. റീസെയിൽ വാല്യൂ ഒക്കെ നമ്മളൊരു 5 വർഷം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ വളരെ മൈനർ. കാരണം എല്ലാവരും 24-25 നോക്കുന്നതിനോട് ഡിസംബർ ഏത് മന്താണ്. അതെ അതെ, അപ്പം ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് ലഭിച്ചുകൊണ്ട് വാഹനം പർച്ചേസ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നതാണ് ഡിസംബർ. ഇതിപ്പോ ഏകദേശം നമ്മളിപ്പോ 10ാം തീയതി ഒരു 20 ദിവസത്തിനുള്ളിൽ 20 ദിവസമുള്ളൂ. അതായത് നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പോവാ, എടുത്ത് ബുക്ക് ചെയ്ത് വാഹനം ഫിനാൻസ് ആക്കി. കാരണം ഇതിനൊക്കെ ഏറ്റവും ചുരുങ്ങിയ ഒരു 5 മുതൽ 7 ദിവസം വരെ. പിന്നെ ഇതിനിടയ്ക്ക് ഹോളിഡേയ്സും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സമയത്തൊക്കെ RT ഓഫീസും പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. മാത്രമല്ല വിപിനെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇനി നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നില്ല. അതെ, എല്ലാം കൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ്. എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ ഇടിവരെ KL Ceros. കാരണം നമ്മളെപ്പോഴും വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്, അതായത് KL Ceros കണ്ട അവൻ ഇച്ചിരി ആളാണ് എന്നുള്ള ഒരു തണ്ടുള്ള പോലെ ഒരു സാധനം ഉണ്ട് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ KL Ceros കിട്ടാൻ വേണ്ടി. ഞാനൊരിക്കൽ ഊട്ടിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങളെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ
ഞങ്ങൾ സ്ഥിരം പോവാറുള്ളൊരു പാർക്ക് ഉണ്ട്. ആ പാർക്കിന്റെ അവിടെ ഉള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത് ഊട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഹോണ്ട സിറ്റി രജിസ്ട്രേഷൻ KL07 സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ അയൽക്കാരായി പോയി. അല്ല അതാണുള്ളത്. നമുക്കിപ്പോ എവിടെ കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും KL07 എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു പ്രത്യേക ഒരു വാല്യൂ ഉണ്ട്. അതായത് ഒരു എന്താ പറയുക ഒരു സ്റ്റാറ്റസ് കോട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഉണ്ട് KL07. അപ്പൊ അതിനുള്ള ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ വേർട്ടസോ ടൈഗൂണോ ടിഗ്വാനോ ഏത് മേടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് KL07 അപ്പോ ഇത് ഇപ്പൊ വിപിൻ പറഞ്ഞ പോലെ തന്നെ സമയം കളയേണ്ട, വണ്ടി വാങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഡിസംബർ എൻഡിന് മുമ്പ് തന്നെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും ബുക്ക് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ മാനുഫാക്ചർ, അതായത് നമ്മുടെ EVM മറ്റൊരു മാനുഫാക്ചർ കിഡിലുള്ള ഓഫർ ആയിട്ട് നമുക്ക് കാണാം. Until then, this is Vipin PG signing off. Arjun Aravindan signing off.